ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നപ്പോൾ എല്ലാ ഓഫീസിനകത്തിരുന്നവർക്ക് എൻ്റെ മുന്നേ വന്ന ആള് ഇന്ന് ഞാൻ 1950 ജനുവരി 26-ന് 27-ന് വന്ന ആള് പ്രജയല്ല പൗരനാണെന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരു ക്ലാസ് റൂമിലുണ്ടായിട്ടില്ല, ഒരു കോടതിയിലുണ്ടായിട്ടില്ല, ഒരു വില്ലേജ് ഓഫീസിലുണ്ടായിട്ടില്ല, സെക്രട്ടേറിയറ്റിലുണ്ടായിട്ടില്ല, പോലീസ് സ്റ്റേഷനുണ്ടായിട്ടില്ല. അപ്പം നമ്മൾ പിന്നെ ഇത് എവിടെയാണ്, ആർക്കാണ് ഇതുവരെ നമ്മൾ അറിഞ്ഞിട്ടില്ല നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ. അറിയാത്തത് ഈ ഹെറാർക്കിക്കൽ സിസ്റ്റമാണ്. അത് നമുക്ക് ദൈവം തന്നതുപോലെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ഈ ഭരണഘടന എന്ന് പറയുന്നത് ഇതിന് മുകളിലൊരു കമ്പളം പോലെ കിടക്കുക, അല്ലാതെ എൻ്റെ അടിവശത്തുള്ള ഈ സാധനം എന്ന് പറയുന്നത് മുഴുവനും ഹെറാർക്കിയാണ്. ഇത് അഴിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ ഈ പറയുന്ന പ്രശ്നം അദ്ദേഹത്തിന് നിസ്സാരമായതുകൊണ്ടൊന്നും അല്ല, അങ്ങനെ അല്ലേ വേണ്ടതെന്ന് തോന്നിപ്പോകുന്ന നിലവാരത്തിൽ ഇത് നിൽക്കുന്നുണ്ട്. ഞാൻ എൻ്റെ സ്വന്തം തഴമ്പ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ദിവസം, ഞാൻ 2005 ഇപ്പം നിങ്ങൾ ഈ തഴമ്പ് സാധാരണ ജാതി മതം അല്ലെങ്കിൽ അച്ഛൻ്റെ തഴമ്പ് കൊണ്ട് എന്ന് പറയത്തില്ലേ, പക്ഷെ അതിന് പകരം എൻ്റെ സ്വന്തം തഴമ്പ് ഉപയോഗിച്ചല്ല, ഞാൻ അനുഭവിച്ച ഒരാളാണ്. അപ്പോൾ ഞാൻ പൊതുപ്രവർത്തനമൊക്കെ അവസാനിപ്പിച്ച് 2000 ഉപേക്ഷിച്ച് ഞാൻ ഇവിടുന്ന് പോയി മരം നട്ട് ജീവിക്കുന്ന കാലമാണ്. ഒരു 7-8 വർഷം കഴിഞ്ഞ് ഞാൻ ജയശ്രീയുടെ അമ്മയുടെ അച്ഛൻ്റെ അടുത്തോട്ട് വരുമ്പോൾ അച്ഛൻ പറഞ്ഞ അവിടെ അച്ഛൻ താമസിച്ചിരുന്ന വീട് അത് കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ വളരെ ചിലവ് കുറച്ചുണ്ടാക്കിയ ഒരു വീടായത് കാരണം കൊണ്ട് ഈ സ്ക്വയർ മീറ്ററിനനുസരിച്ചിട്ട് കുറച്ചാണ് അവർ ചാർജ് ചെയ്തിരുന്നത്. പക്ഷേ പഞ്ചായത്ത് ഇതായി, കോർപ്പറേഷനായി. അപ്പം ഈ ആദ്യം അവർ ചാർജ് ചെയ്തത് ഈ പ്ലിന്ത് ഏരിയയുടെ കണക്ക് വെച്ചിട്ട് ചെയ്തത്. അപ്പം ഞാൻ അവിടെ പോയിട്ടൊരു ആപ്ലിക്കേഷൻ കൊടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ വളരെ ചിലവ് കുറച്ചുണ്ടാക്കിയൊരു വീടാണ്, മറ്റുള്ള ഇത് വെച്ചിട്ട് ചെയ്യാനൊക്കെ. അപ്പോൾ മീറ്റിംഗ് നടത്തി, പഞ്ചായത്തിനകത്ത് മീറ്റിംഗ് ഉണ്ടാക്കി അവർ ശരിയാണെന്ന് മനസ്സിലാക്കിയിട്ട് കുറച്ച് തന്ന്. എന്നിട്ട് കുറച്ചാണ് നമ്മൾ അടച്ചുകൊണ്ടിരുന്നത് ഈ വലിപ്പത്തിന്. 2850 സ്ക്വയർ മീറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഇത് കുറച്ചാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഒരു 10-15 വർഷം അടച്ചതിന് ശേഷമാണ് ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആയത്. ആ മുനിസിപ്പാലിറ്റി ആയ സമയത്ത് ഈ തീരുമാനം അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. അത് കമ്പ്യൂട്ടറിനകത്ത് പോയത് പഴയ സ്ക്വയർ മീറ്ററിനനുസരിച്ചിട്ട് ചാർജ് വീണ്ടും കൂടി വന്നു. അപ്പോൾ അച്ഛനടുത്ത് എനിക്കിങ്ങനെ തന്നു, ഇതിങ്ങനെ വീണ്ടും കൂടി അവർ തരുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇതെല്ലാം അവസാനിപ്പിച്ചാൽ എന്നാലും ഞാൻ വിചാരിച്ച് അച്ഛൻ പറഞ്ഞല്ലേ കൊണ്ടുപോയി കൊടുത്ത്. ഞാൻ അവിടെ പോയി വില്ലേജ് ഓഫീസിൽ. അപ്പോൾ അത് പഞ്ചായത്ത്, ഉള്ളൂർ പഞ്ചായത്തായിരുന്നു. ആ പഞ്ചായത്ത് മാറി കോർപ്പറേഷനായി ആ പ്രോസസ്സ് നടക്കുമ്പോഴാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഒരു ആപ്ലിക്കേഷനൊക്കെ എഴുതി കൊടുത്തു, ഇങ്ങനെ ഒരു. അപ്പോൾ ഞങ്ങൾ ഇത്ര വർഷം ഇങ്ങനെ അടച്ചതാണ്, രസീതുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ എങ്ങനെ ഞങ്ങൾക്ക് അടയ്ക്കാൻ പറ്റും, ഇതിൻ്റെ കണക്കനുസരിച്ചിട്ട് കറക്റ്റാണല്ലോ. അപ്പോൾ അയാൾക്ക് അത് കാണാൻ പറ്റും. അപ്പോൾ അയാൾ പറഞ്ഞ് പക്ഷേ ഇത് ഈ കമ്പ്യൂട്ടറിലില്ല, അതില്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ പറയുന്നത് ശരിയാണ്, പക്ഷേ കമ്പ്യൂട്ടറിലില്ല. അപ്പം കമ്പ്യൂട്ടറിലുള്ള അത് അയാൾ റിട്ടയർ ചെയ്ത് പോയി. അയാളെ പോയി വിളിച്ചുകൊണ്ട് വന്നാൽ ചിലപ്പോൾ നടക്കുമായിരിക്കും. ഇത്രയാണ് ഇയാൾ പറയുന്നത്. ഞാൻ പറഞ്ഞു ഇപ്പം നിങ്ങൾ ഇത് ചെയ്യാൻ പറ്റത്തില്ലെന്നാണോ പറയുന്നത്? ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മേലധികാരി ഇല്ലേ? ആ ഉണ്ട്. അപ്പോൾ അയാൾക്ക് ഒരു അയാളുടെ അഡ്രസ്സ് ഒന്ന് പറഞ്ഞാൽ ഞാൻ അയാളുടെ അപ്പോൾ ആ മുറി. അപ്പോൾ അയാൾ പറഞ്ഞാൽ അവിടെ എന്തിനാണ് പോകുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മേലുള്ള അധികാരിയോടല്ലേ ഞാൻ പറയണ്ടേ, അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞ് അയാൾ എനിക്കാ തരുന്നത്, അവിടെ ആ കടലാസ് കേട്ടണ ഇയാൾക്ക് തരും, ഇയാൾ പരിശോധിച്ച് വേണം, അപ്പം ഞാൻ തന്നെ ചെയ്യണ്ടേ, അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് കാര്യമില്ല, ഇതായാലും പറയുന്നത്. ഞാൻ പറഞ്ഞ് എന്തായാലും മേലധികാരി ഉള്ള സ്ഥിതിക്ക് ഞാൻ മേലധികാരിയെ കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ. അയാൾ പേരുമൊക്കെ തന്ന് ഞാനൊരു ഇതെഴുതി, എന്നിട്ട് താഴെ ഞാനിങ്ങനെ ഒപ്പിട്ട്. ഇയാളിങ്ങനെ വായിച്ച് ഈ കത്ത് വായിച്ച്, മൈത്രേയൻ സാറാണ്. അയാൾ ചോദിക്കുകയാണ് മൈത്രേയൻ സാറാണ്. ഞാൻ പറഞ്ഞ അല്ല, പണ്ട് ഇവിടെ ഇങ്ങനെ ഇത് നേരത്തെ പറയണ്ടേ. ഞാൻ 1 മിനിറ്റ് കൊണ്ട് അയാൾ കറക്റ്റ് ചെയ്തിങ്ങനെ തന്നെ. കാരണം ഇതിനകത്ത് വേറെ ഒന്നുമില്ല, ഇത് ശരിയാണെന്ന് അയാൾക്ക് അറിയാം എനിക്ക്, പക്ഷേ സാങ്കേതികമായിട്ട് ഇത് എൻ്റർ ചെയ്തിട്ടില്ല, അയാൾ ചെയ്യത്തില്ല. പക്ഷേ ഇയാൾ തന്നെ ഇത് അന്വേഷിച്ചറിയേണ്ടത്. അപ്പോൾ നിങ്ങളാണെങ്കിൽ ഇത് ഇനി ഇങ്ങനെ വല്ല കാര്യമുണ്ടോ, ഇത് ഇങ്ങനെ അയാൾ പറഞ്ഞുകൊണ്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുക.
ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. ഏഹ്, സാധാരണ നമ്മൾ ഇന്ന വീട്ടിൽ ജനിച്ചെന്നൊക്കെ പറയണ്ട്. എനിക്ക് ഞാൻ തന്നെ എൻ്റെ തന്നെ തഴമ്പ് കൊണ്ട് പറയേണ്ടി വന്ന് ഉണ്ടായി പോയ ഒരു സാധനമാണ്. ഈ ഇതിനെയാണ് നമ്മൾ ഈ സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഈ പറഞ്ഞതാ, കഴിയുന്ന കാര്യമാണ്. പക്ഷേ നമുക്ക് അപകടം വരാതെ അത് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാൻ കഴിയുമെന്ന്. പക്ഷേ അത് ചെയ്യില്ല. സിസ്റ്റം എന്ന് പറയുന്നത് ഭരണത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടാണ്, നിയന്ത്രണത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയല്ല. അത് തെറ്റിദ്ധരിക്കരുത്. പഴയ സിസ്റ്റം എന്ന് പറയുന്നത് ഹെറാർക്കിക്കലായ സിസ്റ്റം, കൺട്രോൾ സിസ്റ്റം, ആളുകളെ നിയന്ത്രിക്കാൻ വേണ്ടി തട്ട് തട്ടായി വിഭജിച്ച് സൂക്ഷിച്ച സമൂഹം. അതിൻ്റെ യുക്തികളും സാധനങ്ങളും നിലനിൽക്കുന്നത് കൊണ്ടാണ് അയാൾ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ചെയ്യാതിരിക്കുന്നത് എന്താണ്, പെരുമാറണ്ടേ എന്ന് ചോദിക്കുന്നത്. അപ്പം നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഈ സിസ്റ്റം ഉണ്ടാക്കണമെന്ന്, ഈ സിസ്റ്റം മാറ്റി നിയമത്തിന് മുമ്പിൽ തുല്യരാണ് എന്ന് പറയുന്നത് ഉണ്ടാക്കുന്ന പ്രവൃത്തിയിലാണ് നമ്മളെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകുന്നത് കൊണ്ടാണ് ഈ പറയുന്ന ഡിസ്കഷൻ വരുന്നത്. അല്ല വേറൊന്നുമില്ല. രണ്ട് ശരിയാണ്, രണ്ട് ശരിയാണ് ഈ പറയുന്നത്. പഴയ മൂല്യത്തിൻ്റെ ശരിയാണ് അദ്ദേഹം പറയുന്നത്, നിങ്ങൾ പുതിയ മൂല്യത്തിൻ്റെ ശരിയാണ് പറയുന്നത്. അപ്പോൾ ഈ മൂല്യബോധമാണ് നമ്മൾ ഇതുവരെയും ഇംഗ്ലീഷിൽ ഇൻകൾക്കേറ്റ് ചെയ്യുക, ആർജിക്കേണ്ടതാണ്. ഇത് നമുക്ക് ക്ലാസ് റൂമിനകത്ത് പഠിപ്പിക്കപ്പെടേണ്ടതാണ്. എങ്ങനെയാണ് നമ്മൾ പൗരന്മാരായി പെരുമാറേണ്ടതെന്ന് പഠിപ്പിക്കപ്പെടാത്തിടത്തോളം കാലം അത് മുഴുവനും ഈ പഴയ മൂല്യങ്ങളിൽ തന്നെ. അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്ന ആളല്ലേ, എന്നിട്ട് ഇത് പറഞ്ഞാൽ എന്താ? അല്ല, ഞാൻ അതിന് വേറൊരു ഇതിലല്ല സാർ, അത് ക്രിമിനൽ ഒഫൻസ് ആണ്. 8 വർഷമായി ഞാൻ പറഞ്ഞില്ലേ, അത് ഇത് അത് ഈ പറഞ്ഞ ഈ പഴയ മൂല്യബോധം പുതിയ വിനായകന്റെ കേസിൽ എനിക്ക് വിഷയം മനസ്സിലാകാതല്ലല്ലോ ഞാനും മറുപടി പറയുന്നത്. ഞാനീ പറയുന്നത് അതിൻ്റെ സീരിയസ്നെസ് കൊണ്ട് മാത്രമല്ല. അതാണ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം പ്രിവിലേജ് മാത്രം കിട്ടുകയല്ല, ഭയങ്കരമായ ദുരിതത്തിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സാധനമാണ് ആ പ്രിവിലേജിനകത്ത് നിൽക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. അതിന് സംശയമൊന്നും എനിക്കില്ല. ഞാൻ പറയുന്നത് പക്ഷേ ഇത് സ്വാഭാവികമല്ലേ എന്ന് ചോദിച്ച ചോദ്യമാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഇവനെ ജയിലിലിടുന്നതിനെ പറ്റി ഒരു സപ്പോർട്ട് കൊടുത്തിട്ടല്ല പറയുന്നത്. വിനായകന്റെ വായിൽ നിന്ന് ഒരു തെറി വന്നു, മനസ്സിലായി? അതേ ഇപ്പൊ സെയിം വേറൊരു മറ്റൊരു സെലിബ്രിറ്റിയുടെ വായിൽ നിന്ന് തെറി വന്നാലും കിട്ടുന്ന ട്രീറ്റ്മെന്റ് അങ്ങനെയാണ്. അത് അങ്ങനെയാണ് ഈ നാട്. ഈ നാടെന്നുള്ളതല്ല, ലോകം. അത് നമ്മളങ്ങനെ മനസ്സിലാക്കണം. നമ്മളിപ്പോൾ ഞാനിതൊക്കെ ഇങ്ങനെ ഈ മനുഷ്യരറിയാന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് കുറേ പണിയെടുത്ത് ഇതൊക്കെ എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ കാട്ടിൽ പോവുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ മനുഷ്യരാകും. ഇവിടെ കാട്ടിനകത്ത് വേറെ ജീവികളാണ്, അതുകൊണ്ട് മനുഷ്യരാകും. അപ്പോൾ നമ്മൾ മനുഷ്യരായിട്ട് നമ്മൾ പെരുമാറും. ഇപ്പോൾ ഒരു അന്യഗ്രഹ ജീവി വന്നാലും നമ്മൾ മനുഷ്യരാകും. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അതുവരെ ഈ പറയുന്ന സകല വിവേചനങ്ങളും നിറഞ്ഞ മനുഷ്യരായിട്ട് തന്നെ നമ്മൾ തുടരും. അപ്പം അത് ഒരു പ്രോസസ്സാണ്. പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് മാത്രമേ ജീവിക്കാനൊക്കത്തുള്ളൂ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാനിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ശബ്ദം ഉയർത്തി സംസാരിക്കുന്നു, കൈയും കാലും ലാശമൊക്കെ കാണിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് മോശമായി വളർത്തപ്പെട്ടു വന്ന ആളായതുകൊണ്ടാണ്. അത് ന്യായമൊന്നും അതിനില്ല. ഞാനതങ്ങനെ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് ന്യായമൊന്നുമല്ല. അപ്പോൾ ആളുകൾ എന്നെ ചീത്തയൊക്കെ പറയുമ്പോൾ എനിക്കറിയാം അത് അർഹിക്കുന്ന ചീത്തയാണെന്നറിയാം. അതുകൊണ്ടാണ് ഞാനത് കേട്ടോണ്ടിരിക്കുന്നത്. ഞാനൊരു അറിവിന് വേണ്ടിയിട്ടുള്ളൊരു ചോദ്യമാണ്. ഞാൻ ഒരു പത്രത്തിൽ കഴിഞ്ഞ ദിവസം വന്ന വർത്തമാനം എന്ന് പറഞ്ഞ പേജിൽ മലയാള മനോരമയിൽ വന്നൊരു ഇതാണ്, ലൈവ് ഹ്യൂമൻ ലൈബ്രറിക്ക് കൊച്ചിയിൽ തുടക്കം. 80-ലേറെ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ലൈവ് ഹ്യൂമൻ ലൈബ്രറിയുടെ കേരള പതിപ്പ് കൊച്ചിയിൽ ചിന്തകൻ മൈത്രേയൻ ഉദ്ഘാടനം ചെയ്തു. ആബാദ് ന്യൂക്ലിയസ് മാൾ മാനേജർ KP ഗോപകുമാർ, മിത്രകുലം മാനേജിംഗ് ട്രസ്റ്റി അനിൽ ജോസ് എന്നിവർ സംസാരിച്ചു. രാവിലെ 11 മുതൽ രാത്രി 9 വരെ വിവിധ വിഷയങ്ങളിൽ ആശയസംവാദം നടന്നു. 100-ൽ പരം പേർ പങ്കെടുത്തു. പുസ്തകങ്ങൾക്ക് പകരം മനുഷ്യരുടെ അറിവ്, അനുഭവം എന്നിവയിൽ നിന്ന് നേരിട്ട് പഠിക്കാൻ അവസരമൊരുക്കുന്ന ഈ സംവിധാനം മറ്റു ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. ആ പ്രോഗ്രാമിന് ഞാനുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്കിവിടെ ഇരിക്കുന്ന ഈ എല്ലാവർക്കും അറിയത്തക്ക രീതിയിലും ഒക്കെ, അതിപ്പോൾ മൈത്രേനാണ് അതിനെ ഉദ്ഘാടനം ചെയ്തതും സംസാരിച്ചു, ഞാനും ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചാൽ നന്നായിരിക്കും തോന്നുന്നു. അതാണ് ഞാൻ ഈ ഇൻറ്ററാക്റ്റീവായിട്ട് മിണ്ടണം എന്ന് പറയുന്ന മേഖലയിലാണ് ആ കാര്യം. ലൈവ് ഹ്യൂമൻ ലൈഫ്. നമ്മൾ ഈ പുസ്തകം എന്ന് പറയുമ്പം മനുഷ്യർ തന്നെയാണെന്ന് മറന്നു പോകുന്നുണ്ട്.
മനുഷ്യരിൽ നിന്നല്ല നമ്മൾ പഠിക്കുന്ന, പുസ്തകത്തിൽ നിന്നാണ് പഠിക്കുന്നത് എന്നൊക്കെ ആൾക്കാരിങ്ങനെ പറയും. അങ്ങനെ പുസ്തകം തന്നെത്താനായിരിക്കും, ഒരു മനുഷ്യനാണത്. അവരുടെ അനുഭവം എഴുതി വെച്ചിരിക്കുന്നതേ ഉള്ളൂ. അത് അബ്സ്ട്രാക്റ്റ് ആയിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഈ പലതരത്തിലുള്ള അനുഭവങ്ങൾ ഒരു ഒരു പുസ്തകത്തിന് പകരം പരസ്പരം ഇൻട്രാക്ട് ചെയ്താൽ കുറച്ചുകൂടെ എളുപ്പം മനസ്സിലാവും. അതിന് ക്ലാസ് റൂമിൽ നമ്മൾ അധ്യാപകർ പഠിപ്പിക്കുക എന്ന് പറയുന്ന സാധനമൊക്കെ വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അത്രയാണ് അതിനകത്ത്. അത് പിന്നെ ഈ വീടുകളിനകത്ത് കുടുങ്ങി പുറത്ത് മറ്റു മനുഷ്യരുമായി ബന്ധം ഉണ്ടാകാതിരിക്കുന്ന ഒരു പ്രശ്നവും കൂടെ. നമ്മൾ വീടുകളിനകത്ത് സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ വാതിലടച്ചു തുടങ്ങിയവർ അതേ വാതിൽ കൊണ്ട് കുടുങ്ങിപ്പോയവരായിട്ട് മാറിപ്പോയിരിക്കുന്ന ഒരു കാലഘട്ടവും കൂടാണ്. അതുകൊണ്ടാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന നിലവാരത്തിലുള്ള കൂട്ടായ്മകൾ ഉണ്ടാകണമെന്ന് പറയുന്നതിൻ്റെ കാര്യമാണ്. പണ്ട് പോലെ കൊച്ചു കുട്ടികളൊന്നും വീടുകളിൽ ഇല്ലാത്തതുകൊണ്ട് പ്രായമായവർ പരസ്പരം കണ്ടെത്തി കൂട്ടുകാരായി മാറേണ്ടത് ആവശ്യമാണെന്നറിയുന്ന വശവുമുണ്ട്. ഇപ്പോൾ ഇടപെടലുകളിലൂടെ മനസ്സിലാക്കുന്നത് കൂട്ടായ്മയ്ക്ക് അകത്തൂടെ പരസ്പരം സഹകരിക്കുന്നവരായി മാറുന്ന നിലവാരത്തിൽ പുത്തൻ നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു ഇതുകൊണ്ടാണ് നമ്മളിപ്പോൾ ടെലിവിഷനകത്ത് മുമ്പ് അല്ലെങ്കിൽ നമ്മൾ ഈ സെൽഫോണിനകത്ത് കംപ്ലീറ്റ് നമുക്ക് അതിനകത്ത്, കാരണം നമുക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാരുമായിട്ട് കൂട്ടുകൂടാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ട് നമ്മൾ ധാരാളം പേരുടെ നടുവിലിരിക്കുന്ന അനുഭവത്തോടെ ഇരിക്കാനും പറ്റും. പക്ഷേ യഥാർത്ഥത്തിൽ ഒരാളെ നമ്മൾ കാണേണ്ട അയലത്തുള്ളവരെ കാണുന്നുണ്ടാകട്ടെ. അപ്പോൾ ഇത് രണ്ടും ആവശ്യമാണ്. അല്ലാതെ ഞാൻ ഈ സെൽഫോണിനകത്തിരിക്കുന്നത് തെറ്റാണെന്ന് തൊട്ട് ഇത് അടച്ചു വെക്കണമെന്ന് പറയുന്നിടത്തൊന്നുമല്ല. ഞാൻ ഫുൾ ടൈം അതിനകത്തിരിക്കുന്ന ആളാണ്. അതിനകത്തിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇതുപോലെ ആളുകളെ കണ്ട് ഇടപെട്ട് കഴിഞ്ഞു. അപ്പോൾ ഇത് രണ്ടും ഒന്നൊന്നിന് പകരമല്ലെന്നും അറിയാത്തത്. അപ്പോൾ ആ നിലവാരത്തിൽ അതിനെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ സ്ഥലത്തും ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ രൂപപ്പെടുത്തി പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴും എന്തിനവിടെ കൂടുന്നു? അതാണ് ഇപ്പോൾ ഈ അമ്പലത്തിലും പള്ളിയിലും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഹ്യൂമൻ ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണലല്ല, ജനാധിപത്യ മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള കൂട്ടായ്മയല്ല. അത്രയാണ്. പകരം അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതും മറന്നു പോരുത്. അപ്പം നമ്മൾ എന്താണ് ഗുണപരമായ വ്യത്യാസം എന്ന് ചോദിച്ചാൽ നിയമത്തിൻ്റെ മുമ്പിൽ തുല്യരാണ് എന്ന് പറയുന്നത് പരസ്പരം പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ടത്. അതിനനുസരിച്ച് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഇപ്പോൾ 17-ാം തീയതി കൊച്ചി തന്നെ ഈ പഞ്ചായത്തിനകത്ത് ഗ്രാമസഭ അല്ലെന്നുണ്ടെങ്കിൽ ഈ വാർഡ് സഭ, ഈ മുനിസിപ്പാലിറ്റികൾ, അതിനകത്ത് നമ്മൾ പങ്കാളികളാകണം എന്ന് പറയുന്ന മേഖലയെ പറ്റിയുള്ള ഡിസ്കഷൻ നമ്മളിപ്പോൾ അവിടെ ആരംഭിക്കുന്നുണ്ട്. അപ്പം അന്നും ഈ വിഷയങ്ങൾ നമുക്ക് ഇതുപോലെ പഠിക്കേണ്ടതാണ്. ഇപ്പം നമ്മളിപ്പോൾ ഇത്രയും കൂടി ഇരിക്കുന്നത് പോലെയാണ് ഗ്രാമസഭ ഉണ്ടാകുക. അവർക്ക് പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും, എന്താ നടക്കുന്നതെന്നറിയും, അവിടെ കളക്ട് ചെയ്യുന്ന പണം എന്തിനു വിനിയോഗിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ അതിനകത്ത് പങ്കാളിത്തമുള്ളവരായിട്ട് മാറേണ്ടതുണ്ട്. ഇപ്പം നമ്മളത് ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ച് മാറിയിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. വോട്ട് കൊടുത്ത് ഒരു പ്രതിനിധി ഉണ്ടാക്കിയാൽ നമ്മുടെ പണി കഴിഞ്ഞു, പൗരപ്രവർത്തനം തീർന്നു എന്ന് വിചാരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. പൗരൻ്റെ പണി അവിടെ അല്ല. അതിനവർ 2 വാക്കൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്ന്, പങ്കാളിത്ത ഡെമോക്രസി എന്നൊക്കെ ഉള്ള വാക്ക്. ഞാൻ പറയുന്നത് ഡെമോക്രസി പങ്കാളിത്തം ഇല്ലാതെ നമുക്ക് ചെയ്യാനൊക്കത്തില്ല. അതിൻ്റെ പ്രോസസ്സിനെ പറ്റി കുറച്ച് സൂക്ഷ്മമായിട്ട് ഞാൻ അന്നവിടെ പറയുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇതുപോലുള്ള ഈ പറഞ്ഞ ഇൻട്രാക്റ്റീവായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഈ പുതിയ രീതിയിൽ ഉത്തരവാദിത്തപ്പെട്ട പൗരന്മാരായിട്ട് മാറാൻ പറ്റുള്ളൂ. അത് അറിയേണ്ടത്, അല്ലാതെ ഹെറാർക്കിക്കലായിട്ട് നമ്മൾ ചെയ്തുകൂടാ. കൊച്ചിയിലെവിടെയാണ്? കൊച്ചിയിലെ മഹാരാജാസ് കോളേജിൻ്റെ ഗ്രൗണ്ടിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു കെട്ടിടമാണ്. അത്രയും എനിക്കിപ്പോൾ അറിയാവും. അതിൻ്റെ പേര് പറയാനറിയണം. ഞാൻ ഈ റോബർട്ട് സപ്പോൾസ്കിയുടെ ഒരു പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടിയായിരുന്നു. എനിക്ക് ഇംഗ്ലീഷിൽ അങ്ങനെ അത്ര ഡീപ്പായിട്ട് ഒരു നല്ലൊരു ഭാഷാ പ്രാവീണ്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിങ്ങനെ ചാപ്റ്ററുകളൊക്കെ ഒന്ന് ഓടിച്ചു നോക്കി. ഞാൻ ബുക്ക് വാങ്ങിയെങ്കിലും അങ്ങനെ പഠിച്ചെടുക്കാൻ മനസ്സിലായില്ല. ഡിറ്റർമിൻഡ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അതിൽ പ്രധാനമായിട്ട് പറയുന്നത് ദെയർ ഈസ് നോ ഫ്രീ വിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇച്ഛാശക്തി എന്ന് പറയുന്നത്, ഫ്രീ വിൽ എന്ന് പറയുന്നത് സ്വതന്ത്രമായ ഇച്ഛാശക്തി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ ജീവിത അനുഭവങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് തോന്നിയിട്ടുണ്ട്.
പലപ്പോഴും നമ്മൾ തീരുമാനങ്ങളെടുക്കും, ആദർശങ്ങൾ, ഐഡിയോളജീസ് നമുക്കുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ജനിതകമായിട്ടും വളർത്തലുകൊണ്ടും പിന്നെ തുടർന്ന് വന്ന വിദ്യാഭ്യാസവും നമ്മുടെ ചുറ്റുപാടുകൾ കൊണ്ടും ഒക്കെ തന്നെയും നമുക്ക് ആഗ്രഹിക്കുന്ന അതിനനുസരിച്ച് നമുക്ക് പലപ്പോഴും ചെയ്യാൻ കഴിയില്ല. രാവിലെ നമ്മൾ നിശ്ചയിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല വൈകുന്നേരം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് സാഹചര്യങ്ങൾ ആണ് പ്രധാന ഘടകമായിട്ട് വരുന്നത്. അപ്പോൾ എന്താണ് ഈ ഫ്രീ വിൽ? അപ്പോൾ എന്തുകൊണ്ടാണ് ദർ ഇസ് നോ ഫ്രീ വിൽ എന്ന് ഇത്രയും പ്രമുഖനായ ന്യൂറോളജിസ്റ്റായിട്ടുള്ള റോബർട്ട് സപ്പോസ്കി അങ്ങനെ പറയുന്നത്? അപ്പോൾ നമുക്കൊരു ചിന്ത വരും, അയ്യോ നമുക്ക് ഫ്രീ വില്ലില്ല, ഇച്ഛാശക്തി ഇല്ല, അതൊരു നെഗറ്റീവായിട്ട് നമ്മളെ ബാധിക്കുമോ? അതിനെ ഒരു യാഥാർത്ഥ്യമായിട്ട് നമ്മൾ അംഗീകരിച്ചുകൊണ്ട് അത് പിന്നെ അതാണോ ഫ്രീ വിൽ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പ്രവർത്തിക്കുകയാണോ? എന്താണ് അതിനെക്കുറിച്ച് മൈത്രേയൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയും? ഇതൊരു സൂക്ഷ്മമായ പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ പറയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ ചിലപ്പോൾ മനസ്സിലാവും. സപ്പോൾസ്കിയോടൊപ്പം നിന്ന് മാത്രമേ ഞാൻ അദ്ദേഹത്തിനോട് വിയോജിക്കത്തുള്ളൂ. എനിക്കൊരു വിയോജിക്കുന്ന ഒരു പോയിൻ്റ് ഉണ്ട്, പക്ഷേ സപ്പോൾസ്കിയോടൊപ്പം നിന്നേ അത് ചെയ്യുള്ളൂ. അത് പണ്ട് ഈ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ലോകവീക്ഷണമാണ്. അതിനകത്ത് ഫ്രീ വില്ലിനെ പറ്റി അവർ പറയുന്ന ഒരു സ്ഥലം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, എന്നിട്ട് ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ തിരഞ്ഞെടുത്ത് ഓരോന്നും ചെയ്യാം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനകത്ത് നിർത്തിയ ഫ്രീ വില്ലിനെ പറ്റിയുള്ളൊരു സങ്കല്പം. നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ടുള്ള സകല അവകാശവും ഉള്ള ആളാണ് എന്ന് പറയുന്ന ഫ്രീ വില്ലിനെ പറ്റി പറയുമ്പോൾ അങ്ങനെ ഒരു ഫ്രീ വില്ലില്ലെന്നുള്ളതാണ് സപ്പോർട്ട്സ്കി പറയുന്നത്. പക്ഷെ അപ്പോൾ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിച്ച് പോകുന്ന ഒരു സാധനം, അപ്പം എനിക്ക് തിരഞ്ഞെടുക്കാനുള്ള കഴിവില്ലേ, പറ്റുകയില്ല, പിന്നെ എങ്ങനെയാണ് നമ്മൾ ജനാധിപത്യത്തിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നത്? ഈ പ്രശ്നം. അതുപോലെ തന്നെ മോറലായിട്ട് ഒരു തീരുമാനം എടുക്കാൻ നമുക്ക് കഴിയാതെ വരുന്ന, നമ്മൾ ഇങ്ങനെ പെരുമാറണോ അങ്ങനെ പെരുമാറണോ എന്ന് പറയുന്ന കാര്യവും ചെയ്യാൻ കഴിയാതെ ഇതേ പ്രശ്നം തന്നെ വരും. അവിടെയാണ് ഇത് ഈ സപ്പോൾസ്കി പറയുമ്പോൾ നമ്മൾ പ്രോബ്ലമായിട്ട് അനുഭവിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഇപ്പോൾ ഒരു പാറ മഞ്ഞത്തും വെയിലത്തും മഴയും കൊണ്ടിരുന്ന് അത് പൊടിഞ്ഞ് മണ്ണാകും. ഈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് അവിടെ പുറകിലിരുന്ന് സംസാരിക്കുന്നത് ബുദ്ധിമുട്ടുന്നു. അതാര് ചെയ്താലും സാമാന്യേന മര്യാദയില്ലാത്ത പണി. അപ്പോൾ ഈ പാറ പൊടിയുക എന്ന് പറയുന്ന രൂപമാറ്റം വരും എന്ന് നമ്മൾ പറയുമ്പോൾ അതിനകത്ത് പാറ പൊടിയുന്ന ലാഘവത്തോടെയാണ് ഈ പ്രപഞ്ചം മുഴുവനും നടന്നുകൊണ്ടിരിക്കുന്നത്. കിട്ടിയിട്ടുണ്ട് പാറ പൊടിയുന്നതിനകത്ത് പാറയുടെ ഒരു കോൺട്രിബ്യൂഷനും ഇല്ല. മഞ്ഞ് വീഴുന്നു, മഴ വീഴുന്നു, വേറൊരാൾ തല്ലി പൊട്ടിക്കുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന സാധനം പാറ പൊടിഞ്ഞ് മണ്ണാകുന്ന ട്രാൻസ്ഫോർമേഷൻ പോലെയാണ് ലോകമെങ്കിൽ ശരിയാണ്. കംപ്ലീറ്റ് ആരുടെയും ഒരു ഇതുമില്ല. പക്ഷെ അപ്പോൾ ജീവനുള്ളതും ജീവനില്ലാത്തതിനും നമ്മളെങ്ങനെ തരംതിരിക്കും? ഈ ഒരു സ്ഥലമുണ്ട്. ജീവന് ഇഷ്ടമുള്ളതുപോലെ പെരുമാറാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ചോദ്യമാണ് പിന്നുള്ളത്. കഴിയില്ല. നമുക്ക് കണ്ണ് കാണുക എന്ന് പറയുന്നത് നമ്മൾ ആരെങ്കിലും വിചാരിച്ചിട്ടല്ല. കണ്ണ് തുറക്കുമ്പോൾ കാണും. പക്ഷേ ഈ ഇരിക്കുന്ന ക്യാമറയിൽ നോക്കണോ ആ ക്യാമറയിൽ നോക്കണോ എന്നുള്ളത് നമുക്ക് ഇച്ചിരി ഇടപെടാനുള്ള സ്ഥലമുള്ളതാണ്. പക്ഷെ കണ്ണ് കാണുന്നിടത്ത് മാത്രമേ ഇത് രണ്ടും നടക്കുള്ളൂ. അപ്പോൾ
ഡിറ്റർമിൻഡായ ഒരു മേഖല വരെ വന്നതിന് ശേഷമുള്ള ഒരു ചെറിയ വിടവിലാണ് നമ്മൾ ഈ പറയുന്ന തിരഞ്ഞെടുപ്പുള്ളത്. അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ആനയാകട്ടെ എന്ന് വിചാരിച്ചാലൊന്നും ആകത്തില്ല. അങ്ങനത്തെ ഒരു ചോയ്സും ഇല്ല. അപ്പോഴാണ് ഇതുവരെ ഉണ്ടായിരിക്കുന്ന അനുഭവങ്ങൾ നിർണീതമാകും. അതിനുശേഷം ഇവിടുന്ന് അങ്ങോട്ട് നടക്കണോ ഇങ്ങോട്ട് നടക്കണോ എന്ന് ചോദ്യത്തിനകത്ത് നമുക്കൊരു ഉത്തരം ചോയ്സ്. അപ്പോൾ വളരെ ലിമിറ്റഡായ ഒരു മേഖലയിലുള്ള ചോയ്സ് ഉള്ളതിനെയാണ് നമ്മൾ ജീവൻ എന്ന് പറയുന്നത്. അല്ലാതെ പാറ പൊടിഞ്ഞ് മണ്ണാകുന്നത് പോലാണ് നമ്മളും ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ശരിയാകാതെ. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ജീവനുള്ളതിനെയും ജീവനില്ലാത്തതിനെയും തരംതിരിക്കാൻ കഴിയാത്ത തരത്തിലാകും. പക്ഷെ ഓരോ സെക്കൻഡിലും നമ്മൾ കാണേണ്ടതുണ്ട്, ഇതെൻ്റെ കയ്യാണ്, മടക്കാം. എന്നാൽ പുറകോട്ട് മടക്കാമെന്ന് കഴിഞ്ഞാൽ നടക്കത്തില്ല. അത് നിർണീതമാണ്, ഡിറ്റർമിൻഡ്. ഇത്രയും നമ്മളറിയാം. അപ്പോൾ ഈ പുറകോട്ട് മടക്കാൻ എന്തുകൊണ്ട് എൻ്റെ കൈയാണെങ്കിൽ മടക്കരുത്, എനിക്കിഷ്ടമുള്ള പോലെ ചെയ്യരുതോ, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യുമെന്നൊക്കെ ആൾക്കാർ പറയുമ്പോൾ എന്നാൽ പുറകോട്ടൊന്ന് മടക്കി കാണിച്ചതെന്ന് ചോദിച്ചാൽ അവർ എപ്പം മനസ്സിലാവും അങ്ങനെ നടക്കത്തില്ല. അപ്പോൾ ഈ മേഖലയെ പറ്റിയുള്ള അറിവാണ് സവിശേഷമായി നമ്മൾ പറയേണ്ടത്. അപ്പോൾ ഈ നിർണീതമായ കൈ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യം, അത്രയും കാര്യങ്ങളേ ഉള്ളൂ നമ്മൾ ഈ പറയുന്ന തരത്തിലുള്ളത്. അപ്പോൾ ഫ്രീ വില്ലെന്ന് പറയുമ്പോൾ ഇഷ്ടമുള്ളത് ചെയ്യാൻ ദൈവം ഇങ്ങോട്ട് വിട്ടു, ഞങ്ങൾ ഇനി അങ്ങോട്ട് ജീവിക്കുക എന്ന് പറയുന്ന ഒരു ഫ്രീ വില്ലില്ലെന്ന് പറയാം. കാരണം അതിൻ്റെ സംസ്കാരത്തിനകത്ത് അവർക്കുള്ള മറുപടി സപ്പോർട്സ്കി അവിടെ പറയുന്നത് കൊണ്ടാണ് നമുക്കതിനോട് യോജിച്ചുകൊണ്ട് തന്നെ ഈ പറയുന്ന ജീവനുള്ളതും ജീവനില്ലാത്തതെന്നുള്ള ഡിവിഷനെ നമ്മളെ കണ്ടുകൊണ്ട് അതിനകത്ത് വരുന്ന റിലേറ്റീവ് ആപേക്ഷികമായ ഒരു തിരഞ്ഞെടുക്കാനുള്ള അവകാശമുള്ള ജീവനെ പറ്റിയും കൂടെ നമ്മളതിനകത്ത് കൂട്ടി ചേർത്ത് മനസ്സിലാക്കണം.